ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി വരാൻ പോകുന്ന എൽ ഡി സിനെ കുറിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കമന്റ് വന്നു, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചേച്ചി ചോദിച്ചിട്ട്. കുറെ പേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ആ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം 7ാം ക്ലാസ് എന്തായാലും ഇപ്പൊ ഈ ഒരു 10th പാസ്സാവാത്ത അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഈ ഒരു ജനറേഷനിൽ. അപ്പോൾ ഈ 10th പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇനി വരാൻ പോകുന്ന ഒരു എൽ ഡി സി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ എൽ ഡി സി ഒക്കെ എൽ ഡി സി എൽ ജി എസ് എന്നുള്ള പരീക്ഷകളൊക്കെ 3 വർഷം കാലാവധി ഉള്ളതാണ്. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ ഈ എൽ ഡി സി ഇനി വരാൻ പോകുന്ന എൽ ഡി സി നമുക്ക് പ്രതീക്ഷിക്കാം 2026 നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ആ നോട്ടിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് എന്നായിരുന്നു? കാറ്റഗറി നമ്പർ എത്രയായിരുന്നു? നമ്മുടെ 503/2023 ആയിരുന്നു നമ്മുടെ കാറ്റഗറി നമ്പർ ഉണ്ടായിരുന്നത്. നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുന്നേ 2019 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 19 വന്നു, പക്ഷെ അതിന് ശേഷം കുറച്ച് കൊറോണ വന്നതിന് ശേഷം ഗ്യാപ്പ് ഒക്കെ ആയി. ഈ എക്സാം റാങ്ക് ലിസ്റ്റ് വരാനൊക്കെ ലേറ്റ് ആയിട്ട് ഗ്യാപ്പ് വന്നു. അതിൽ നിന്നായിരുന്നു ഇത്രയും കാലം നമ്മുടെ ഈ ഓഗസ്റ്റിൽ ലിസ്റ്റ് വരുന്നതിന് മുന്നേ അഡ്വൈസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിൽ നിന്നായിരുന്നു 4 വർഷമൊക്കെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഈ ഒരു കാറ്റഗറി നമ്പർ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ ലിസ്റ്റ് വന്നു. ഇപ്പൊ അതിൽ നിന്നാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതായിരുന്നു കാറ്റഗറി നമ്പർ? 503/2023 ആയിരുന്നു. എന്നായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്? 7/9/2024 നമ്മുടെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓരോ എനിക്ക് തോന്നുന്നു എൽ ഡി സി എല്ലാവർക്കും ഒരേ സമയത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അത് വിടാം. റാങ്ക് ലിസ്റ്റ് എന്നാ വന്നത്? 1/8/2025 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പൊ ഈ മാസം 1-ാം തീയതി അല്ലേ? ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ, നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് കുറച്ച് നോക്കാം. എന്നാ ഗസറ്റ് ഡേറ്റ് 30/11/2023 വന്ന നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു? അടുത്ത വർഷം അതായത് ജനുവരി 3-ാം തീയതി വരെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇത് വേരിയസ് ആണ്, ക്ലർക്കാണ്, നെയിം ഓഫ് പോസ്റ്റ് ക്ലർക്കാണ്. ഇതിന്റെ സാലറി എത്ര വരുന്നത്? 26,500 തൊട്ടിട്ട് 60,700 വരെയാണ് ഇതിന്റെ സാലറി വരുന്നത്. ഇനിയിപ്പോ അതാ ഇവിടെ വേക്കൻസീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ഒരു എക്സാം ആണ്, അതുകൂടി നോട്ട് ചെയ്യാം കേട്ടോ. സ്റ്റേറ്റ് വൈഡ് അല്ല, ഡിസ്ട്രിക്ട് വൈസ് ആണ് കേട്ടോ എക്സാം വരുന്നത്. അപ്പൊ എല്ലാ ജില്ലകൾക്കും അതിൻ്റെതായ വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി 10ാം ക്ലാസ് പാസ്സായ ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണിത്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് 2026 അല്ലേ? 2026. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഡി സി എൽ ജി എസ് പോലുള്ള എക്സാംസ് ഒക്കെ ഫോഴ്സ് എക്സാം ഒഴികെ, ഫോഴ്സ് എക്സാമിൽ എനിക്ക് തോന്നുന്നു ബി എഫ് ഒക്കെ ഈ വർഷം 2 വർഷം 3 വർഷമൊക്കെ ഉണ്ട്. അല്ലാത്ത ഈ എൽ ഡി സി എൽ ജി എസ് എല്ലാം സെക്രട്ടറി അങ്ങനത്തെ എക്സാംസ് ഒക്കെ 3 വർഷ കാലയളവുണ്ട്. എല്ലാ ലിസ്റ്റിനും റാങ്ക് ലിസ്റ്റ് വന്നതിന് 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോ ഈ റാങ്ക് ലിസ്റ്റ് എന്നാണ് വന്നത്? 2025 വന്നത്. 2025 ഓഗസ്റ്റിലാണ് വന്നത്. ഇനി 2026, 27, 28 അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോ 2026 നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2026 ലാസ്റ്റോട് കൂടിയൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പിന്നെ അത് എക്സാം എന്നായിരിക്കും നടക്കുക? 2027. ഇത് ഏകദേശം ഇതേക്ക് ഡേറ്റിലൊക്കെ ആയിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് 2027. അതുകൊണ്ടാണ് എൽ ഡി സി 2027 ഇനി പ്രത്യേകം കൊടുത്തിരിക്കുന്നത്. കാരണം എക്സാം നമുക്ക് അപ്പോഴാണ് നടക്കുക. എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ഒരു ഡേറ്റ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അന്നാണ് എക്സാം വരുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ 2028 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. 3 വർഷ കാലയളവുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴേ പറയുകയാണ്, നമുക്ക് ടൈം ഉണ്ട്. 1.5 വർഷം ഗ്യാപ്പ് ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. 1.5 വർഷം ഉണ്ട്. അപ്പൊ ഇപ്പോഴേ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ ഒരു എൽ ഡി സി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ 1-2 മാർക്കിന് പോയവരുണ്ടാവും, എക്സാം എഴുതാൻ പറ്റാത്ത വന്നവരുണ്ടാവും, കുറച്ച് ചെറിയ പോയിന്റ് വ്യത്യാസത്തിന് വരെ പോയവരുണ്ടാവും, സപ്ലി ലിസ്റ്റിൽ വന്നവരുണ്ടാവും. ഇവരൊക്കെ അടുത്ത എൽ ഡി സി പിടിക്കണം പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊക്കെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാം സമയത്ത് നമുക്ക് എന്തായാലും പോർഷൻസ് ഒക്കെ തീർന്ന് സിലബസ് ഒക്കെ തീർത്ത് റിവിഷൻ മാത്രം ചെയ്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ആ സമയത്ത്? ഓക്കെ, ഇനി അതിന്റെ ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം.
26-ൽ നോട്ടിഫിക്കേഷൻ വരുന്നു, 27-ൽ എക്സാം എന്ന് പറഞ്ഞു. ഇനി ആ സമയത്ത് 36 വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും, അതായത് ജനറൽ കാറ്റഗറി, ഏതാണ് കാറ്റഗറി? ജനറൽ കാറ്റഗറി ഉള്ള 36 വയസ്സ് തികഞ്ഞ 36 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. 36 വയസ്സ് നിങ്ങൾക്ക് ഇപ്പം ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് 2026-ൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ആ സമയത്തല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് 36 വയസ്സാണെങ്കിൽ നോട്ട് ചെയ്യുക, ജനറൽ കാറ്റഗറി ആണ്. 36 വയസ്സ് നിങ്ങൾക്ക് തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. 36 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ OBC ആണെങ്കിൽ 39 വയസ്സ് തികഞ്ഞ ആൾക്ക് 39 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ OBC കാറ്റഗറിയിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. 39. ഇനി SC/ST കാറ്റഗറി ആണെച്ചാലോ 42 വയസ്സ് വരെ, 41, 42. ഓക്കെ, നിങ്ങളുടെ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത്ര വർഷം ടു ഇത്ര വർഷം വരെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏജ് അതിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്ത് കൊടുത്തിട്ടുണ്ടാവും? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൽ ക്വാളിഫിക്കേഷൻ എന്താണ്? SSLC ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് 18 to 36 ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോൺ ബിറ്റ്വീൻ 2/1/1987 ടു 1/1/2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഇനിയിപ്പോ 36 തികഞ്ഞു അല്ലെങ്കിൽ 39 തികഞ്ഞു, പക്ഷെ ഈ ഒരു കണക്ക്, ഈ 1-ാം മാസത്തെ കണക്ക് നിങ്ങൾ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ റിലാക്സേഷൻ ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് വരും, ഇതിൽ പറയാം. ഇത് കണ്ടോ, ഇതില് ഇതാ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് അനദർ ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിറ്റീസ് ആർ എലിജിബിൾ ഫോർ യൂഷ്വൽ ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത്. അതായത് നോക്കി, മാക്സിമം ലിമിറ്റ് ഫോർ സച്ച് പേഴ്സൺ വിൽ ബി 14 years ബോൺ ഓൺ ആഫ്റ്റർ 2/1. ഇത് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതിങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. 5 years OBC-കാർക്ക് കൊടുത്തിട്ടുണ്ട്, സോറി SC/ST-കാർക്ക് 5 years കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 years അതായത് OBC-കാർക്ക്, 5 years SC/ST-കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏജ് റിലാക്സേഷന്റെ വരുന്നത്. ഓക്കെ, ഇപ്പൊ 42 വയസ്സ് നിങ്ങൾക്ക് SC/ST-കാർക്കാണെങ്കിൽ 42 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കിട്ടിയ നമുക്ക് മുന്നിലുള്ള ഒരു ചാൻസ് ആണ്. അതുപോലെ VFA, വെബ് ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട്. സെയിം സിലബസ് ആണ്. സിലബസിനെ കുറിച്ച് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഇപ്പൊ അതിനൊക്കെ വേണ്ടി പഠിച്ചാൽ നമുക്ക് LDക്കും കൂടി ഉപകാരപ്പെടും. ഇനിയിപ്പോ കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ VFA, വെബ്കോ LD ഒക്കെ വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ആ ഒരു എക്സാം സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുള്ളായിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ LDC പിടിക്കാൻ പറ്റാത്തവര് 2027 നിങ്ങളുടെ ഒരു വർഷമായി കണ്ടിട്ട് എന്ത് ചെയ്യാം? പഠിക്കുക, ഇരിക്കുക. ഇനിയിപ്പോ ഒരു ഓഫ്ലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കണവരുണ്ടാവും. അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത LDCക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അടുത്ത LDC നിങ്ങളുടേതാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഒരു കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ ഇട്ട് സിലബസ് ഒക്കെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ച് അതിന് ഓരോ ടോപ്പിക്കും, ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.